The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to the class. Last class we discussed about monopoly market and the short run, long run equilibrium of monopoly market, and we just drawn the total revenue curve, AR curve and MR curve under monopoly market, isn't it? Today we are going to discuss about the problem related to monopoly market and monopolistic competition, its short run, long run equilibrium and oligopoly market. Okay, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോണോപ്പൊളിയുടെ ഒരു പ്രോബ്ലവും അതുപോലെ തന്നെ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഷോർട്ട് റൺ, ലോങ് റൺ ഇക്വിലിബ്രിയം ഫീച്ചേഴ്സ്, ഒളിഗോപ്പൊളി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, സി ലെറ്റ് us ഡിസ്കസ് ദ പ്രോബ്ലം ബേസ്ഡ് ഓൺ ദിസ് വാല്യൂസ്. അപ്പം നമുക്ക് ഇവിടെ ക്വാണ്ടിറ്റിയും പ്രൈസും ടോട്ടൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. So we have to find out the first question, that is we have to find out TR, AR, MR, MC and AC and profit. അല്ലേ, ഇത്രയും നമ്മൾ കണ്ടുപിടിക്കണം വിത്ത് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, വൈ. തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്, TR ആണ് കണ്ടുപിടിക്കുന്നത്. TR എന്ന് വെച്ചാൽ എന്താണ്, പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. സോ വി ക്യാൻ ഡു ദ പ്രോബ്ലം. സോ TR എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 12 അല്ലേ, 0 ഇൻറ്റു 12 ഈസ് ഈക്വൽ ടു 0 തന്നെയാണ്. അവിടെ 0 വരും. 1 ഇൻറ്റു 11 ഇറ്റ് ഈസ് 11 ആൻഡ് 2 ഇൻറ്റു 10 ഇറ്റ് ഈസ് 20. ദെൻ 3 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 27. ദെൻ 4 ഇൻറ്റു 8 അല്ലേ, 4 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 32 ആൻഡ് 5 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 35 അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് TR നമുക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, AR ആണ് അല്ലേ. AR കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, TR ഡിവൈഡഡ് ബൈ Q ചെയ്താൽ മതി അല്ലേ. TR ഡിവൈഡഡ് ബൈ Q ചെയ്യാം. ഇവിടെ ഫസ്റ്റ് 0 തന്നെയാണ്. നെക്സ്റ്റ് വൺ 11 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 11 തന്നെയാണ് അല്ലേ. അവിടെ എത്ര വരും, 11 വരും. 20 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 10 അല്ലേ. 27 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 9 അല്ലേ. 32 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 8. Then 35 divided by 5 is equal to 7 അല്ലേ. അപ്പോൾ ഇവിടെ പ്രൈസും ARഉം ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് AR കിട്ടി അല്ലേ. Then we have to find out MR. നമുക്ക് എന്ത് കിട്ടണം, MR ഫൈൻഡ് ചെയ്യണം. MR ഫൈൻഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ഇൻ TR ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ Q അല്ലേ. നമ്മൾക്ക് MR is equal to that is delta TR divided by delta Q ആണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഡെൽറ്റ TR എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കുക. ആ ചേഞ്ച് കണ്ടുപിടിച്ചിട്ട് ഇതിൻ്റെ ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് MR ഇവിടെ ഫസ്റ്റ് നമ്മളൊന്നും ചെയ്യില്ല. നെക്സ്റ്റ് വൺ 11 മൈനസ് 0 എന്ന് പറയുമ്പോൾ 11 തന്നെയാണ്. ദാറ്റ് ഈസ് 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. അപ്പോൾ 11 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 20 മൈനസ് അല്ലേ, നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് 20 മൈനസ് 11 ഡിവൈഡഡ് ബൈ, അതാണ് ഇതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ 2 മൈനസ് 1 അല്ലേ. 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മൈനസ് 11 എന്ന് വെച്ചാൽ എത്ര വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. 9 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 9 അല്ലേ. ഇവിടെ വാല്യൂ എത്ര കിട്ടും, 9 കിട്ടും അല്ലേ. അതുപോലെ തന്നെയാണ് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 27 മൈനസ് 20 എന്ന് പറയുമ്പോൾ 7 അല്ലേ. നോക്കൂ, 27 മൈനസ് 20 ഡിവൈഡഡ് ബൈ 3 മൈനസ് 2 അല്ലേ. 3 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ബൈ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 തന്നെയാണ് വരിക. ഇനി അടുത്തത് നോക്കൂ, 32 മൈനസ് 27 അല്ലേ. 32 മൈനസ് 27 divided by 4 minus 3 അല്ലേ. 4 minus 3 that is equal to 32 minus
27 അല്ലേ 32 മൈനസ് 27 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 അല്ലേ 32 മൈനസ് 27 എന്ന് പറയുമ്പോൾ 5 ആണ് ഇവിടെ ഡിവൈഡഡ് ബൈ 1 അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ ഇവിടെ 5 തന്നെ വരുള്ളൂ. നെക്സ്റ്റ് വൺ 35 മൈനസ് 32 അല്ലേ 35 മൈനസ് 32 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ഇവിടെ 5 മൈനസ് 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് 3 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ ഇവിടെ 3 തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് എം ആറിൻ്റെ വാല്യൂ കൂട്ടി. നെക്സ്റ്റ് വൺ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എം സി അല്ലേ. എം സി കാണണം. അപ്പോൾ എം സി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ അല്ലേ. ദറ്റ് ഈസ് എം സി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ കണ്ടാലും മതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ എം സി കാണാം. അപ്പോൾ ഇവിടെ ആദ്യം ഒന്നുമില്ല. നെക്സ്റ്റ് വൺ ടി സി അല്ലേ. നോക്കൂ 17 മൈനസ് 10 എന്ന് പറയുമ്പോൾ 7 ആണ് വരിക. ഇവിടെ 1 മൈനസ് 0 എന്ന് പറയുമ്പോൾ 1 ആണ് അല്ലേ. അപ്പൊ 7 ബൈ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഇനി നെക്സ്റ്റ് വൺ 18 മൈനസ് 17 അല്ലേ. 18 മൈനസ് 17 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 ബൈ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് വരിക. ഇനി ഇവിടെ നോക്കൂ 22 മൈനസ് 18 അല്ലേ. 22 മൈനസ് 18 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 3 മൈനസ് 2 എന്ന് പറയുമ്പോൾ 1 അല്ലേ. 4 ബൈ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നെക്സ്റ്റ് വൺ 27 മൈനസ് 22 അല്ലേ. 27 മൈനസ് 22 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അവിടെ വാല്യൂ എത്ര വരും 5 വരും. 4 മൈനസ് 3 എന്ന് പറയുമ്പോൾ 1 എന്ന് പറയും അല്ലേ. 5 ബൈ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 അല്ലേ. അപ്പോൾ ആ വാല്യൂ കിട്ടി. സോ ഹിയർ 38 മൈനസ് 27 38 മൈനസ് 27 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ഇവിടെ 5 മൈനസ് 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 11 ബൈ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് എം സി കിട്ടി. ഇനി നമുക്ക് എന്ത് കാണണം എ സി കണ്ടുപിടിക്കണം അല്ലേ. എ സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ദാറ്റ് ഈസ് ടി സി ഡിവൈഡഡ് ബൈ ക്യൂ ചെയ്താൽ മതി അല്ലേ. സോ 10 ഡിവൈഡഡ് ബൈ 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 തന്നെയാണ് വാല്യൂ വരില്ല. ദെൻ 11 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 തന്നെയാണ്. 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 അല്ലേ. 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 9 വരും. ദെൻ 22 ഡിവൈഡഡ് ബൈ 3 അല്ലേ. 22 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7.3 അല്ലേ. 7.3 വരും. ഇനി നെക്സ്റ്റ് വൺ 27 ഡിവൈഡഡ് ബൈ 4 അല്ലേ. 27 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6.75 വരും. ഇനി 38 ഡിവൈഡഡ് ബൈ 5 അല്ലേ. 38 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7.6 വരും. അപ്പോൾ നമുക്ക് എ സി അല്ലേ വാല്യൂ ഓഫ് എ സി കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം പ്രോഫിറ്റ് കാണണം. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടി സി ആൻഡ് ടി ആർ അല്ലേ. ടി സിയും ടി ആറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 0 മൈനസ് 10 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 10 ആണ് വരിക. 0 മൈനസ് 10 എന്ന് പറയുമ്പോൾ മൈനസ് 10 വരും. ഇനി 11 മൈനസ് 17 അല്ലേ. 11 മൈനസ് 17 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 6 ആണ് വരിക. മൈനസ് 6 ആണ് വരിക. ഇനി ഇവിടെ നോക്കൂ 20 മൈനസ് 18 അല്ലേ. 20 മൈനസ് 18 ഈസ് ഈക്വൽ ടു 2 ആണ് വരിക അല്ലേ. ഇനി ഇവിടെ നോക്കൂ 27 മൈനസ് 22 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ് വരുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ 32 മൈനസ് 27 അല്ലേ. 32 മൈനസ് 27 ഈസ് ഈക്വൽ ടു 5 അല്ലേ. നെക്സ്റ്റ് വൺ നോക്കൂ 35 മൈനസ് 38 35 മൈനസ് 38 ഈസ് ഈക്വൽ ടു മൈനസ് 3 വരും അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഈ വാല്യൂസ് മുഴുവൻ കിട്ടിക്കഴിഞ്ഞു. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ടി ആർ, എ ആർ, എം ആർ, എം സി, എ സി ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ അത് മുഴുവൻ ഫൈൻഡ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വൈ. ഇവിടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഏതാണെന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമം നിൽക്കുന്നത് ഏതാണോ അതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ വാല്യൂസ് നോക്കുമ്പോൾ ഇതും പ്രോഫിറ്റ് മാക്സിമം ആണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുക്കുന്നത് ഇതായിരിക്കും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് ആവറേജ് കോസ്റ്റ് കുറവാണ്. ഇത് എന്തുകൊണ്ട് ഇത് സെലക്ട് ചെയ്ത് ബിക്കോസ് ആവറേജ് കോസ്റ്റ് ഇസ് വെരി ലെസ് അല്ലേ. ഈ ഒരു പോയിന്റിൽ നോക്കൂ ഇവിടെ കോസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതാണ് ലോവസ്റ്റ് കോസ്റ്റ് അല്ലേ. ലോവസ്റ്റ് കോസ്റ്റിൽ മാക്സിമം ഔട്ട്പുട്ട് അല്ലേ. മാക്സിമം പ്രോഫിറ്റ് അല്ലേ. അതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 6.75 എന്ന് പറയുന്ന ആ ഒരു ഇതിലാണ് എന്തുള്ളത് മാക്സിമം പ്രോഫിറ്റ് ഉള്ളത്. അപ്പോൾ ഇതാണ്
മാക്സിമം അപ്പോൾ ഇവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 4 എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്? എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ്? ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 8. തേർഡ് ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് ഈക്വൽ ടു 8 ആണ്. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് അറ്റ് ഇക്വിലിബ്രിയം? ദ പ്രോഫിറ്റ് അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു 5 അല്ലേ? പ്രോഫിറ്റ് അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. നമ്മൾ കുറച്ച് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇതെന്ന് പറയുന്നത് അല്ലേ? നമ്മൾ തിയറി പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ കോസ്റ്റ് കാണാനുള്ള കാൽക്കുലേഷനും കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് TR, AR, MR കാണാനുള്ള കാൽക്കുലേഷനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ബേസിസിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് clear. The next topic is monopolistic competition. So let us discuss what is monopolistic competition. The monopolistic competition is a market situation in which there are large number of firms that produce differentiated products which are close substitute for each other. അതായത് it's a large number of firms, large number of firms ആണ് that is producing ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആർ അവൈലബിൾ. നോക്കൂ, എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ബിസ്ക്കറ്റ് എക്സെട്ര അല്ലേ? ഇതൊക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. ഇതിനൊക്കെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആണ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ ചൂസ് അനദർ വൺ അല്ലേ? നമുക്ക് വേറൊരു പ്രോഡക്റ്റിലോട്ട് പോകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? ഇവിടെ ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ അതിലൊരു എക്സാമ്പിൾ എടുക്കാം. സോപ്പ് എത്ര കമ്പനികളാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്? കുറേ കമ്പനികൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് സോപ്പ് അല്ലേ? അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റഡ് ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് വേറൊന്ന് സെലക്ട് ചെയ്യാനും പറ്റും അല്ലേ? അപ്പോൾ അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിൾ ആണ്. സച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഈസ് കോൾഡ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ മാർക്കറ്റ് വാസ് പുട്ട് ഫോർവേഡ് ബൈ ദ എക്കണോമിസ്റ്റ് ദാറ്റ് ഈസ് എഡ്വാർഡ് ചാംബർലൈൻ. എഡ്വാർഡ് ചാംബർലൈൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ഈ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ പോപ്പുലറൈസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആർ ദ ഫസ്റ്റ് വൺ, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അവിടെ ഒരുപാട് പേര് വാങ്ങാനും വിൽക്കാനും ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, മെനി ഫേംസ് വിൽ ബി ദർ ആൻഡ് മെനി കൺസ്യൂമേഴ്സ് വിൽ ബി ദർ അല്ലെങ്കിൽ മെനി ബയേഴ്സ് വിൽ ബി ദർ എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് മോണോപോളിസ്റ്റിക് competition. And the second one is free entry and exit. That means the firm can enter and leave the market at any point of time അല്ലേ? അതിനുള്ള ഇൻഡിപെൻഡൻസ് അല്ലേ? ആ ഒരു ഫ്രീഡം അവിടെ ഉണ്ട് അല്ലേ? ഫേംസിന് എന്തുണ്ട്? ഫ്രീഡം ഉണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്യാം, ആസ് വെൽ ആസ് ദേ ക്യാൻ ലീവ് ദ മാർക്കറ്റ് ലീവ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം അവർക്കുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. Here the products are different in terms of color, smell, etc. അല്ലേ? കണ്ടന്റ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ സോപ്പ് എടുക്കൂ, സോപ്പിൽ ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ടാകും. എങ്ങനെയാണ് അത് മുഴുവൻ ഡിഫറെൻ്റ് ആവുന്നത്? അതിൽ ചെയ്യുന്ന കെമിക്കൽസ് എല്ലാം ഒന്നാണ്, പക്ഷേ ദ ഫ്ലേവർ അല്ലെ, മണത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനും കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനും സ്മെല്ലിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ടുള്ള സംഭവങ്ങൾ ഡിഫറെൻ്റ് ആണ്. ഹിയർ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഈസ് ഇൻ ദ ടേംസ് ഓഫ് കളർ, സ്മെൽ ആൻഡ് അതർ ഫ്ലേവേഴ്സ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. അത് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെല്ലിംഗ് കോസ്റ്റ്. That means here the firm will incur a selling cost. What do you mean by selling cost? Due to the product differentiation, firm incurs cost for advertisement and sales promotion അല്ലേ? ഒരു പ്രോഡക്റ്റിന് നമ്മൾ TV ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സോപ്പ് അല്ലെങ്കിൽ ഒരു ടൂത്ത് പേസ്റ്റ് അല്ലേ, അതിനുവേണ്ടി എത്രമാത്രം അഡ്വർടൈസ്മെൻ്റ് ആണ്, എത്ര വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടും അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടും ആ ഫേമിന് ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലോ മോണോപ്പൊളിയിലോ എന്തില്ല? സെല്ലിംഗ് കോസ്റ്റ് ഇല്ല. പക്ഷേ ഇവിടെ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ a firm will incur selling cost. Okay, see the next one is
lack of perfect knowledge. Consumer does not have a complete information about the market. അല്ലേ? ഇപ്പോൾ ഈ സോപ്പിനെ കുറിച്ച് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വി ആർ അട്രാക്റ്റഡ് ടു ദ അഡ്വർടൈസ്മെന്റ് ആൻഡ് വി ആർ പർച്ചേസിങ്. അല്ലേ? അവിടെ അഡ്വർടൈസ്മെന്റ് കാണുമ്പോഴോ അത് കണ്ടിട്ടോ പർച്ചേസ് ചെയ്യുന്നതാണ്. അല്ലാതെ സോപ്പ് വാങ്ങുമ്പോൾ അതിൻ്റെ TFM എത്രയുണ്ട്, അതിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട് എന്ന് പറഞ്ഞ് നോക്കി വാങ്ങുന്നവരുണ്ടോ? അത് വളരെ കുറച്ച് പേരായിരിക്കും. അല്ലേ? അപ്പോൾ കൺസ്യൂമറിന് മാർക്കറ്റിനെ കുറിച്ചിട്ടോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ഡിഫറൻസ് ഇൻ പ്രൈസ്. അല്ലേ? ഇവിടെ ഡിഫറൻസ് എന്താണ്? പ്രോഡക്റ്റ് ഈസ് ഡിഫറൻസ്, സോ ദ പ്രൈസ് ഓൾസോ ഡിഫറൻറ്റ്. അല്ലേ? പ്രോഡക്റ്റ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും പ്രൈസും ഡിഫറൻറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ സോപ്പിന് എല്ലാത്തിനും ഒരേ യൂണിഫോം പ്രൈസ് ആണോ ഉള്ളത്? അല്ല, ഓരോ സോപ്പിനും ഓരോ വിലയാണ്. അല്ലേ? അല്ലെങ്കിൽ ഓരോ ടൂത്ത് പേസ്റ്റിനും ഓരോ വിലയാണ്. അല്ലേ? ബിക്കോസ് അവിടെ പ്രോഡക്റ്റ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ പ്രൈസും ഡിഫറൻറ്റ് ആയിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. ഇവിടെ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. See, this is the demand curve of monopolist competition. Under monopolistic competition, demand curve is downward sloping from left to right. It means a firm can sell more only by reducing the price of the product. Here the demand curve of an individual firm is more elastic. This is because the products are close substitute. The demand curve is also the average revenue curve of the firm. This is shown by the following diagram. ഇവിടെ നോക്കുക, this is the demand curve of a monopolistic competitive market force. അല്ലേ? This is AR curve and this is MR curve, and here it is price, here it is quantity. അല്ലേ? അപ്പോൾ നമ്മൾ ഇതാണ് ഒരു മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ എന്ത് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. AR കർവ് തന്നെയാണ്. ഡിമാൻഡ് കർവിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് മോർ ഇലാസ്റ്റിക്. ഡിമാൻഡ് കർവ് ഈസ് മോർ ഇലാസ്റ്റിക് ആണ്. ഇവിടെ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് ഈസ് മോർ ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഹിയർ എ ഫേം ക്യാൻ സെൽ മോർ കമ്മോഡിറ്റി ബൈ റെഡ്യൂസിങ് ദ പ്രൈസ്. പ്രൈസ് കുറച്ചിട്ട് അദ്ദേഹത്തിന് മോർ കമ്മോഡിറ്റീസ് സെൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഷോർട്ട് റൺ and long run equilibrium. See, short run, a firm maximizes profit when the firm's marginal revenue is equal to marginal cost and MC cut MR from below. അല്ലേ? മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റും ഈക്വൽ ആവണം. അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിക്കണം? MC ഷുഡ് കട്ട് MR ഫ്രം ബിലോ എന്നുള്ള ആ ഒരു രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴായിരിക്കും ഷോർട്ട് റണ്ണിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ ലോങ് റൺ. സി, ലോങ് റൺ ഇക്വിലിബ്രിയം അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് നോൺ ആസ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. അതിന് പറയുന്നതാണ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന്. സിൻസ് ഇൻ ദിസ് മാർക്കറ്റ് ദർ ഈസ് free entry and exit, in the long run all the firms earn normal profit. ഇവിടെ ലോങ് റണ്ണിൽ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഗ്രൂപ്പ് ഇക്വിലിബ്രിയമാണ്. അവിടെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളത് കൊണ്ട് ലോങ് റണ്ണിലെ എല്ലാ ഫേംസും എന്തായിരിക്കും? നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും ഏൺ ചെയ്യുക. അല്ലേ? എന്താണ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുമ്പോൾ? അതായത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫേംസ് മുഴുവൻ ഇങ്ങോട്ട് വരും, അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഫേംസ് മുഴുവൻ വരും. അപ്പോൾ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബ്രിങ് ബാക്ക് ടു നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിലോട്ട് തന്നെ വരും. അല്ലേ? സി, അതേ സമയത്ത് ലോസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ചില ഫേംസ് മാർക്കറ്റിൽ നിന്ന് പോകും. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ നോർമൽ പ്രോഫിറ്റിലോട്ട് തന്നെ പോകും. ലോസ് നിന്ന് മാറിയിട്ട് നോർമൽ പ്രോഫിറ്റിലോട്ട് പോകും. നെക്സ്റ്റ് വൺ, കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളി. മോണോപ്പൊളിയും അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനുമായിട്ടുള്ള കമ്പാരിസൺ. അതിൽ വെൻ വി ആർ കമ്പയറിംഗ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഇവിടെ ക്വാണ്ടിറ്റി ഈസ് മോർ ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ക്വാണ്ടിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും അവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. ആൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ഈസ് വെരി ഹൈ ഇൻ ദ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അല്ലേ? അപ്പോൾ ക്വാണ്ടിറ്റി എവിടെ കൂടുതലായിരിക്കും? പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. പ്രൈസ് എവിടെയായിരിക്കും കൂടുതൽ? മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലായിരിക്കും കൂടുതൽ. ദ നെക്സ്റ്റ് വൺ, വെൻ വി കമ്പയർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് മോണോപ്പൊളി, മോണോപ്പൊളിയും മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി വിൽ ബി മോർ ഇൻ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ കൂടുതലും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം പ്രൈസ് മോണോപ്പൊളിയിൽ കൂടുതലുമായിരിക്കും. അപ്പോൾ ക്വാണ്ടിറ്റി എവിടെയാണ് കൂടുതൽ, അതുപോലെ തന്നെ പ്രൈസ് എവിടെയാണ് കൂടുതലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ അതിൻ്റെ കമ്പാരിസൺ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. Okay, see the last topic of microeconomics in this chapter is oligopoly. What do you mean by oligopoly? It is a market situation in which there are few firms that produce homogeneous or differentiated products and compete with one another. Oligopoly means few sellers.
this is a market form characterized by competition among few. See, oligopoly means it's a few seller that they are producing homogeneous or differentiated commodities. ഒന്നില്ലെങ്കിൽ homogeneous commodities ആയിരിക്കും, അല്ലെങ്കിൽ differentiated commodities ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, സെൽ ചെയ്യുന്നുണ്ടാവുക. Okay, that type of market is called oligopoly എന്ന് പറയുന്നത്. See, the best example of oligopoly market is newspaper and bus. അല്ലേ, ന്യൂസ് പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിന് വില കൂട്ടുമ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ മാതൃഭൂമിയിൽ തന്നെ ഒരു ന്യൂസ് വരികയാണ്, അസംസ്കൃത വസ്തുക്കളുടെ അല്ലെ റോ മെറ്റീരിയൽസിൻ്റെ വില കൂടിയത് കാരണം ന്യൂസ് പേപ്പറിന് നാളെ മുതൽ ₹1 വില കൂടുന്നതായിരിക്കും എന്ന് പറഞ്ഞൊരു ന്യൂസ് മാതൃഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഡെഫിനറ്റ് ആയിട്ടും അത് മലയാള മനോരമയിലും മറ്റ് ന്യൂസ് പേപ്പറിലും വരും. ഇത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ബസ് അല്ലേ, ഈ ഒളിഗോപ്പൊളി മാർക്കറ്റിന് നമുക്ക് ഏറ്റവും എടുക്കാൻ പറ്റുന്നത് ബസ്സാണ്. ഇപ്പോൾ ബസ് റൂട്ടിലോടുന്ന ബസ്സുകളും അവരുടെ ആ ഒരു തർക്കവും കണ്ടാൽ നമ്മൾ വിചാരിക്കും ഏറ്റവും ശത്രുക്കളായിട്ടുള്ളവർ ഈ ബസ് തന്നെയാണ്, അവർ കോമ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ അവരിൽ ഒരാളെ തൊടും, എന്തെങ്കിലും ഒന്ന് സംഭവിക്കൂ, എല്ലാവരും അറ്റ് എ ടൈം ഒത്തുചേരും അല്ലേ. ഇതാണ് ഈ ഒളിഗോപ്പൊളി മാർക്കറ്റിൻ്റെ എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ഞാൻ പറയാം ആ സമയത്ത്. ഓക്കെ, ദ ഫീച്ചേഴ്സ് ഓഫ് ഒളിഗോപ്പൊളി മാർക്കറ്റ്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഒളിഗോപ്പൊളി മാർക്കറ്റ്. ദ ഫസ്റ്റ് ഫീച്ചർ ഈസ് എ ഫ്യൂ സെല്ലർ. അവിടെ കുറച്ച് സെല്ലേഴ്സേ ഉണ്ടാവുള്ളൂ. ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടോ? ഇല്ല, അവിടെ കുറച്ച് സെല്ലേഴ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, free entry and exit. That means a firm can enter and leave the market at any point of time എന്നുള്ളത് തന്നെയാണ് അല്ലേ. ഏത് സമയത്ത് വേണമെങ്കിലും ഫേമിനെ എൻ്റർ ചെയ്യും ചെയ്യാം, അതിനൊപ്പം തന്നെ ആ മാർക്കറ്റിൽ നിന്ന് വിട്ടുപോകും ചെയ്യാം. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊഡ്യൂസസ് ഹോമോജീനിയസ് ഓർ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്. ഒന്നില്ലെങ്കിൽ ഒരുപോലെ, ഇപ്പോൾ ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ബസ് എന്ന് പറയുമ്പോൾ അവിടെ ചാർജ് ചെയ്യുന്നതൊക്കെ ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരുപോലെയുള്ള ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഇന്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ ഫേംസ്. ഇവർ തമ്മിൽ നല്ല ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂസ് പേപ്പറിൻ്റെ പ്രൈസ് കൂടുന്ന ഒരു പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് പേപ്പറുകളും അത് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ബസ് ഡ്രൈവേഴ്സിൻ്റെ കാര്യം. അവരെ ആർക്കെങ്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി എന്ത് ചെയ്യും, ഒത്തുചേരും. ദേ ഹാവ് എൻ ഇന്റർ ഡിപ്പെൻഡൻസ്. അവർ തമ്മിൽ, ആ ഫേംസ് തമ്മിൽ നല്ലൊരു കൊല്യൂഷൻ ഉണ്ടാകും. എന്താണ് കൊല്യൂഷൻ? ഒരു ഒത്തൊരുമ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഇന്റർ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ firms എന്ന് പറയുന്നത്. This is an important feature of oligopoly market. See, next one, selling cost. Here a firm incurs selling cost. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സെല്ലിംഗ് കോസ്റ്റ് വരുന്നുണ്ട് അല്ലേ. ഓരോ ന്യൂസ് പേപ്പറും ഞങ്ങളാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് പരസ്യം ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ്? അത് അവിടെ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ് ആൻഡ് പ്രൈസ് റിജിഡിറ്റി. Here this means a firm have no idea about the demand for their product because of interdependence. ഒരു ഫേം വില കുറച്ചാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കും? മറ്റ് ഫേമുകളും വില കുറയ്ക്കേണ്ടതായിട്ട് വരും. കുറച്ചില്ലെങ്കിലും എന്ത് സംഭവിക്കും? മറ്റുള്ള ഈ പ്രൊഡക്റ്റ് വാങ്ങിയവർ മുഴുവൻ എന്ത് ചെയ്യും? വേറുള്ള ഇങ്ങോട്ട് പോകുമെന്നുള്ളത് അവർക്ക് അറിയാം അല്ലേ. ഇപ്പോൾ രണ്ട് ഫേം ഉണ്ട്. ഇപ്പോൾ ഞാനും അതുപോലെ തന്നെ നിങ്ങളൊരു ഫേം ആണെന്ന് ഇരിക്കട്ടെ അല്ലേ. ഞാൻ വില കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്ത് വന്ന് എൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും അല്ലേ. അതേ സമയത്ത് നിങ്ങൾക്കത് ലോസ് ആവും. അപ്പോൾ നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് വില കുറയ്ക്കണമെന്നില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും? വില കുറയ്ക്കും. അതിനെയാണ് പ്രൈസ് റിജിഡിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ വി വിൽ ബി കമ്പൽഡ് ടു ഡു ദ തിങ്സ് അല്ലേ. അപ്പോൾ നമ്മളവിടെ കറക്റ്റായിട്ട് ഡു ദ തിങ്സ് മീൻസ് പ്രൈസ് കുറയ്ക്കാനും ഇൻക്രീസ് ചെയ്യാനും എന്താണ് അവിടെ നമ്മൾ കമ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിനെയാണ് പ്രൈസ് റിജിഡിറ്റി എന്ന് പറയുന്നത്. സി, ഈ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ഡിമാൻഡ് കർവ് എന്നുള്ളത് നമുക്ക് ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, പ്രൈസ് ലീഡർഷിപ്പ്. ഈ ഒരു കൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഒളിഗോപ്പൊളി മാർക്കറ്റിൽ ഒരു ഫേം എന്ത് ചെയ്യും? വിൽ ആക്ട് ആസ് എ ലീഡർ ആൻഡ് അതേഴ്സ് വിൽ ഫോളോ ദ ലീഡർ ഫേം അല്ലേ. ഒരു ഫേം എന്ത് ചെയ്യും? ഒരു ലീഡറായിട്ട് അദ്ദേഹം ഫിക്സ് ചെയ്യും പ്രൈസ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതൊക്കെ അവർ ഫിക്സ് ചെയ്യും. ബാക്കിയുള്ളവർ മുഴുവൻ അത് ഫോളോ ചെയ്ത് പോകും. ഒപെക് അല്ലേ, ഓയിൽ ആൻഡ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുണ്ട് അല്ലേ. ഒപെക് എന്ന് പറയുമ്പോൾ ഓയിൽ ആൻഡ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസ് ആണ് ഈ ഒപെക് എന്ന് പറയുന്നത്. അവർ ഫിക്സ് ചെയ്യും പെട്രോളിയം പ്രൈസ് എത്രയാണ്, അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ആ ഒപെക്കിലുള്ള കൺട്രീസ് ഫിക്സ് ചെയ്യും. ബാക്കിയുള്ള കൺട്രീസ് എന്ത് ചെയ്യും? ദേ ഹാവ് ടു ഫോളോ ദിസ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഒളിഗോപ്പൊളി മാർക്കറ്റ്. ഓക്കെ,
The next topic is types of oligopoly market. അതിൽ വരുന്നതാണ് collusive oligopolyയും non collusive oligopolyയും. So what is the difference between collusive oligopoly and non collusive oligopoly? In this model, a firm could decide collude each other to maximize profit. Here the firms form a cartel that act as a monopoly. The quantity supplied and price charged are the same as single monopolist. അല്ലേ, ഇവിടെയാണ് ഒപെക് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസ് അല്ലെങ്കിൽ അതിൻ്റെ കൺട്രീസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും കൂടിച്ച് ദേ വിൽ ഫോം എ കാർട്ടൽ. കാർട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു മൊണോപ്പൊളി പോലെയുള്ള ഒരു ഓർഗനൈസേഷനെയാണ് കാർട്ടൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദേ വിൽ കൊളൂഡ് ഈച്ച് അതർ, അവരെല്ലാവരും കൂടി ഒത്തുചേരും. ആൻഡ് ദേ വിൽ ഫിക്സ് എ പ്രൈസ്, അത് മാക്സിമം പ്രൈസ് ആയിരിക്കും. എന്തിനായിരിക്കണം അങ്ങനെ മാക്സിമം പ്രൈസ് ഫിക്സ് ചെയ്യുക? ടു മാക്സിമൈസ് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ കൊല്യൂഷനിലെത്തുകയും ആ കാർട്ടലിലെത്തിയിട്ട് മാക്സിമം പ്രോഫിറ്റ് കവർ ചെയ്യാൻ പറ്റുന്നത്. സച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഈസ് കോൾഡ് കൊളൂസീവ് ഒളിഗോപ്പൊളി മാർക്കറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊളൂസീവ് ഒളിഗോപ്പൊളി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി നോൺ കൊളൂസീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഹിയർ ദ ഫേം വിൽ കോമ്പീറ്റ് ഈച്ച് അതർ. ഇവിടെ എന്താ ചെയ്യുന്നത്, കോമ്പീറ്റ് ചെയ്യും, ഓരോ ഫേംസും കോമ്പീറ്റ് ചെയ്യും ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് അല്ലേ. മാക്സിമൈസ് ചെയ്യാൻ, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ compete ചെയ്യും. So these are the two types of oligopoly market. See, the next one is duopoly. What do you mean by duopoly? It is a situation in which there are only two sellers. It's a special type of oligopoly market. ആകെ രണ്ട് സെല്ലേഴ്സേ ഉള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, duopoly market എന്ന് പറയുന്നത്. Here only have two sellers. It is the limiting case of oligopoly market. Oligopoly marketന്റെ ഒരു ലിമിറ്റിംഗ് കേസ് ആണ് duopoly market എന്ന് പറയുന്നത്. ഈ duopoly marketന്റെ ഡിഫറെൻറ്റ് മോഡൽസ് ആണ് ബെർട്ടാൻ മോഡൽ, കാർനോട്ട് മോഡൽ ആൻഡ് കിങ്കഡ് ഡിമാൻഡ് കർവ് മോഡൽ. സിലബസ് റെഡ്യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യം ഇല്ല. See here the table shows the comparison between perfect competition, monopoly, monopolistic and oligopoly market അല്ലേ. നമ്മളിപ്പോൾ 2-3 ചാപ്റ്ററിലായിട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ആണ്, ഈ മാർക്കറ്റ് ഫോഴ്സസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. ദറ്റ് ഈസ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇറ്റ് ഈസ് ലാർജ് നമ്പർ ആൻഡ് ദാറ്റ് ഓഫ് മോണോപ്പൊളി ഇറ്റ് ഈസ് സിംഗിൾ നമ്പർ ആൻഡ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇറ്റ് ഈസ് ലാർജ് ബട്ട് വെൻ കമ്പയറിംഗ് ടു perfect competition it is not that much. Next one, here in the oligopoly market it is few. In nature of the product, in perfect competition it is homogeneous, and monopoly no close substitute. And the next one, product differentiation. In the oligopoly market, homogeneous or differentiated product. The freedom of entry, except monopoly all other markets have freedom of entry and exit. The next one, price. The price will be high in monopolistic and oligopoly market, and it will be very high in monopoly market, and the price will be same price will be there in the perfect competitive market. And the selling cost, except the market forces of perfect competition and monopoly, and the monopolistic competition and oligopoly market have selling cost, other two market forces does not have selling cost. The next one, elasticity. In case of perfect competition it is perfectly elastic, monopoly it is less elastic, and monopolistic competition it is more elastic, and oligopoly market it is more elastic or less elastic. The next one, demand curve. The shape of demand curve under perfect competition is horizontal line, and monopoly market it is downward sloping and it is steeper, and the monopolistic competition it is downward sloping and it is flatter, and in oligopoly market it is indeterminate. The next example of each type of market, the example for perfect competitive market is agriculture and milk, and the monopoly it is railway and KSCB, and the monopolistic competition soap, biscuit, etc. And the oligopoly market it is mobile company and LPG. The next one, this is the homework for you. A monopoly firm has total fixed cost of 100 rupees, has the following demand schedule. Here demand schedule tanninde. Based on this demand schedule you have to find out the short run equilibrium quantity, price and total profit, and what would be the equilibrium in the long run. And in case of total cost was 1000, describe the equilibrium in short run and long run. Short run, long run equilibrium എങ്ങനെ ആയിരിക്കും if it is total cost is 1000 ആണെങ്കിൽ. Next one, the market demand curve for a commodity and the total cost for a monopoly firm is producing by the commodity is given by the schedules below. Use the information and calculate
the MR MC schedule and the quantities for which MR and MC are equal, that means profit. Next one, equilibrium quantity of output and equilibrium price of the commodity, and total revenue, total cost and profit in equilibrium, and you have to find out this problem based on this schedule. ഇവിടെ ക്വാണ്ടിറ്റിയും പ്രൈസും ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്. ഓക്കെ, സി ഇതോടുകൂടി മൈക്രോ എക്കണോമിക്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിലേറ്റഡ് ടു ദിസ് ചാപ്റ്റർ യു ക്യാൻ കോൺടാക്ട് മീ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.